മാതം പുലരുമ്പോൾ മുരുട്ട് സ്വപ്നഭൂമിക്കിടാത്തിക്ക് നീരാട്ടൽ. ഓക്കെ ഗായ്സ്, അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗായ്സ്. നമ്മുടെ ചാനൽ പുതുതായിട്ട് കാണുന്ന ആളുകൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ നമുക്ക് ഓർന്ന് കൊടുക്കുക, ഇഷ്ടപ്പെട്ടാൽ മാക്സിമം ഒന്ന് എല്ലാവർക്കും ഷെയർ ചെയ്യുക. അങ്ങനെ ഒരുപാട് സന്തോഷ നിമിഷങ്ങൾ കഴിഞ്ഞ് വീണ്ടും അടുത്ത ഒരു സന്തോഷ നിമിഷത്തിലേക്ക് കിടക്കുകയാണ് ഗൈസ്. അപ്പോൾ വേറെ ഒന്നുമല്ല, നമ്മൾ കുറച്ച് ദിവസമായിട്ട് നമ്മൾ വീടിൻ്റെ പുതിയ അപ്ഡേഷൻസും കാര്യങ്ങളൊന്നും ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കാരണം നമ്മൾ കുറച്ച് തിരക്കിലും കാര്യങ്ങളും, അതായത് നമ്മൾ പ്രസവവും ഡെലിവറിയും കുട്ടീനെയും ഒക്കെ ആയിട്ട് ഓരോ തിരക്കിലായിരുന്നു. അതിൻ്റെ ഇടയിൽ വീടിനൊന്നും നോക്കാനോ വീഡിയോ എടുക്കാനോ ഒന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്ന് ജസ്റ്റ് നമ്മൾ വീടിൻ്റെ കുറച്ച് വിശേഷങ്ങൾ, അതായത് നിങ്ങൾ കാണാത്ത കുറച്ച് ഭാഗങ്ങൾ കാണിക്കാൻ വേണ്ടി പോവുകയാണ്. അതിൽ ഫസ്റ്റ് കാണിക്കാൻ വേണ്ടി പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ വീട്ടിൽ അൽഹംദുലില്ലാഹ് ഒരു കൊച്ചു കിണർ കുത്തുന്നുണ്ട്. കിണർ ഏകദേശം 75% കുത്തൽ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് എങ്ങനെയാണെന്നുള്ളതൊക്കെ ഞാൻ വീട്ടിൽ ചെന്ന് കാണിച്ചു തരാം. പിന്നെ വേറെ കുറച്ച് അല്ലറ പണികളൊക്കെ ചെയ്തിട്ടുണ്ട്. മെയിനായിട്ടുള്ള പണികൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് കിണറിൻ്റെ പണി, കുസും കുഴി, അതേമാതിരി വേറെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ വീട്ടിലായിട്ട് ഇന്ന് പുതിയ വീട്ടിലോട്ട് പോവുകയാണ്. വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് വായിച്ച് ഇൻഷാ അല്ലാഹ് ഇന്നോ നാളെ മറ്റന്നൊക്കെ ആയിട്ട് കിണറിൽ വെള്ളം കാണാൻ മതിയാവാം. എന്തായാലും വെള്ളം കാണട്ടെ എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തലമ്മ. കിണറ്റിൽ വെള്ളം കാണുക, നമുക്കൊരു വീട്ടിലൊരു വെള്ളം കിട്ടുക എന്ന് പറഞ്ഞാൽ അതൊരു ഈ മക്കളുണ്ടാവുന്ന ഭാഗ്യമുള്ളൊരു ഭാഗ്യമാണ് അല്ലമ്മ. അതൊരു സൗഭാഗ്യമാണ്. കാരണം നമ്മളൊരു പെരയിൽ വെള്ളം നമുക്ക് ഓൾറെഡി കുഴൽക്കിണറുണ്ട് എങ്കിൽ പോലും നമ്മുടെ വീട്ടിലൊരു കിണർ എന്നുള്ളത് എനിക്ക് മസ്റ്റ് അറിഞ്ഞു. ഇപ്പോൾ എന്തെന്നെ ആണെങ്കിലും ഒരു കിണറിലെ വെള്ളം കുടിക്കുക എന്ന് പറഞ്ഞാൽ അത് എന്താണ് അതിൻ്റെ രുചിയും അതിൽ വെക്കുന്ന ഫുഡൊക്കെ. അപ്പോൾ അതിനുള്ള സജ്ജീകരണങ്ങളും ഫിൽറ്ററും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ എന്തും കിണറിനോട് വെക്കില്ല കേസ്. ആ മണ്ണിൽ നിന്ന് ഫിൽറ്ററായി വരുന്നതാണ് ഏറ്റവും നല്ല വെള്ളം അല്ലേ. അപ്പോൾ നമ്മളിന്ന് വീട്ടിലോട്ട് പോവുകയാണ്. വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് വാച്ച് ചെയ്യുക. എന്തൊക്കെയാണ് നമ്മളെ വീട്ടിൽ വന്ന മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ. പിന്നെ ഇതിൽ കിണറുകൊണ്ടുള്ള ഉപകാരം എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ഫുഡ് രാവിലെ നമുക്ക് ഒരു നേരത്തെ ഫുഡ് വെക്കുള്ളൂ. അപ്പോൾ 2 നേരത്തേക്കൊക്കെ കുഴൽക്കിണറിൽ വെള്ളം വെച്ചാൽ വേഗം ചോറൊക്കെ കേടുവരും. അപ്പോൾ ഒന്ന് ഫുഡിൻ്റെ, 2 നമ്മുടെ ഞാനൊക്കെ ഇന്നെ നോക്കിയില്ലെങ്കിൽ ഞാൻ എൻ്റെ ഹെയർ നന്നായിട്ട് നോക്കുന്ന ആളാണ്. അപ്പോൾ കുഴൽക്കിണറിലെ വെള്ളത്തിലൊക്കെ കുളിച്ച് കഴിഞ്ഞാൽ മുടി കംപ്ലീറ്റ് പോവും. പിന്നെ 2 അത്. പിന്നെ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളല്ലേ. എങ്കിൽ പോലും ഞാനിത് കുത്തുന്നുണ്ട്, എന്താവും എന്നുള്ളതൊക്കെ വഴിയെ കാണാം. എന്നാൽ പോരി നമ്മുടെ കുക്ക് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. അമ്മനെ ഗ്യാപ്പിൽ നിന്ന് വിളിച്ചു. അമ്മയെ കിണർ കുത്തുന്ന ആദ്യം തുടക്കത്തിൽ കണ്ടാണ്, പിന്നെ അമ്മ കണ്ടില്ല. ഇല്ലേ, ഒന്നും കണ്ടില്ല. ഇന്ന് ഏകദേശം 6 കോലൊക്കെ കഴിഞ്ഞിക്കണേ. എന്നിപ്പോ വെള്ളം കാണും നടക്കി. നമ്മൾ പണ്ട് കോൽക്കിണർ കുത്തുമ്പോൾ പിടിച്ച സംഭവമാണ്. ഇതിന് ഇവിടെയൊക്കെ സ്ഥാനം നോക്കുന്ന ആൾക്കാർ ഇതാ ആൾക്കാർ നോക്കിയിട്ടും നമ്മൾ തന്നെ നോക്കിയിട്ട്, അതായത് ഇപ്പൊ അവിടെ കോയിൽ നമ്മൾ അടിച്ചില്ലേ പാവട്ടെ, വെള്ളം കിട്ടി. ഇതിന് ബാക്കിൽ ഇതേമാതിരി ആ പണ്ട് അടിച്ച സ്ഥലം ഉണ്ട്, അവിടെ അടിച്ചപ്പോൾ ഇതുകൊണ്ട് ജസ്റ്റ് പിടിച്ചു. അവിടെ ഇത് കൂടുന്നില്ല. 500 അടി അടിച്ചു കൊടുത്ത് പിടിച്ചപ്പോൾ ഇത് കൂടുന്നില്ല. കോൽക്കിണറിന് മെയിനായിട്ട്. അതിപ്പോൾ എന്തായാലും നോക്കേണ്ടി വരും. എന്തായാലും നമ്മൾ ഇതിങ്ങനെ നമ്മൾ പിടിച്ചു നോക്കുമ്പോൾ ഇവിടെ വെള്ളം ഉണ്ട് എന്നാണ് പറയുന്നത്. ബാക്കിയുള്ള നമുക്ക് വഴി അറിയാം അല്ലേ, ഒരു പ്രതീക്ഷ. ക്രോസ് ആവുന്നുണ്ട്, നമ്മളാക്കുന്നല്ലോ. നമ്മള് വരലും വെള്ളം കാണലൊക്കെ ഒപ്പ ഇങ്ങനെ ഇറങ്ങാൻ വേണ്ടി നിക്ക. വെള്ളം കണ്ട ടൈമിലാ വന്ന് വെള്ളം കണ്ടു. ഇതാണ് നമ്മളെ കിണർ. എങ്ങനെയാണ് അത് പറയും, ഇന്നലെ അനുസരിച്ച് ചെയ്യാൻ പറ്റാ നമുക്ക്. ഇതിനെ കുറിച്ച് എനിക്ക് അറിയില്ല. ആ വെള്ളം പോലെ വരുത്തറ വെള്ളം അല്ലേ, എങ്ങനെയൊന്ന് പറഞ്ഞോണ്ടാ അത് ചെയ്യാ. നാളെ വാങ്ങിയായിരുന്നോ? പിന്നെ ചില്ലറ പൈസ അങ്ങനെ. പാറ കണ്ടിട്ടില്ലല്ലോ. പാറ ഉണ്ടാവില്ല. ഈ മണ്ണ് അങ്ങനെ
ഒരു 1.5 പോലെ ഇങ്ങനെ കേൾപ്പിട്ട് പാറില്ല പോവില്ലേ? പക്ഷെ ഇതിനൊക്കെ ഇവിടെ കുത്തിയതൊക്കെ പാറുണ്ട്, ഇതിന് ചിലയിടത്ത് ഉണ്ടാവില്ല അല്ലേ? അതിനും പാറുണ്ട്. ഇതിപ്പോ എത്ര കൊല്ലായി? നമ്മളതേ കിണറില്ലേ, കിണറൊന്നുമില്ല, അവിടെ 7 കൊല്ലായപ്പോ വെള്ളം കണ്ടു. ഇത് കഴിച്ചപ്പം അങ്ങനെ നമ്മൾ നാളികേരം വാങ്ങിയിട്ടുണ്ട്. അങ്ങനെ നാളികേരം ഇതുകൊണ്ട് നമ്മൾ ഇതുപോലെ എന്താണിത് കണ്ടെത്തണമെന്ന് എനിക്കറിയില്ല. ഞാൻ ആദ്യമായിട്ട് കാണുകയാണ്. അതുപോലെ എന്തോ ഒരു ഇതുണ്ട് ഇപ്പോൾ ഈ കിണർ നോക്കിയാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ അറിയുള്ളൂ. നമ്മൾ ഇപ്പോഴത്തെ അയലക്കത്തുനിന്ന് തൽക്കാലം ഒരു നാളികേരം വാങ്ങി ഞാൻ തന്നെ അത് വെട്ടി ഇങ്ങനെ ആക്കി കൊണ്ടുവരുന്നുണ്ട്. അവിടുന്ന് ഒരു തേങ്ങ കിട്ടി, അതിങ്ങനെ ഞാൻ തന്നെ പൊളിച്ച്. ഇതെന്താ ചെയ്യുക ശരിക്ക്? അത് പൊട്ടിച്ചിട്ട് പൊട്ടിക്കല്ലേ? ഏണ്ടമ്മ വില നല്ല വിലല്ലേ? ആ നമ്മൾ മണ്ണ് വിചാരിച്ച അത്ര ഒന്നുമില്ല അല്ലേ? നല്ല 6 7 7 പോലെ 6 അല്ലേ? 8 പോലൊക്കെ താഴ്ന്ന് എനിക്ക് തോന്നുന്നു. നമ്മ കുറേ ദിവസമായിട്ട് പെരയിലേക്ക് നിന്നിട്ട് അതേപോലെ എടുത്ത പണികൾ കണ്ടോളി. ഓക്കെ, അപ്പോൾ നമ്മളെടുത്ത പണികളാണ്. ഒന്ന് ഇതാ സ്ലാബ് വാർത്തിക്കണം. ഇത് നമ്മുടെ വേസ്റ്റ് കുഴി സെപ്പറേറ്റ് ആയിട്ട്, അതായത് ഇത് കക്കൂസും കുഴി, അതെ ആ പുറത്തെ. ഇത് കുളിക്കണ വെള്ളം കിച്ചണിലെ വെള്ളമൊക്കെ അല്ലേ? ഇപ്പോൾ നമ്മളോട് കിച്ചണിലെ വെള്ളം ഇടയ്ക്കിടയ്ക്ക് തോറ്റിക്കില്ല, അതേമാതിരി വേണ്ട. ഓക്കെ, ഇത് 2 അറ കേട്ടോ. ഇതൊന്നുണ്ട്, അതിൻ്റെ അപ്പുറത്തൊന്നുണ്ട്. ഓക്കെ, പിന്നെ അതിന് സ്ലാബ് വാർത്തിട്ടിട്ടുണ്ട്. കക്കൂസും കുഴി പിന്നെ വലിയൊരു കക്കൂസും കുഴിയാണ് നമ്മൾ കുത്തിയേക്കണേ. അതിൻ്റെ പകുതി സ്ലാബ് വാർത്തിട്ട് ഇനി ഈ സ്ലാബ് പിടിച്ച് ഇങ്ങോട്ട് ഇടണം. പിന്നെ പ്ലംബിങ്ങിൻ്റെ ആ എല്ലാം കൂടി ഇത് പൈപ്പ് ഇതിലേക്ക് വരും. ഇതിൻ്റെ പൈപ്പ് അങ്ങോട്ട് അവിടെ പൈപ്പ്, പിന്നെ വേസ്റ്റ്. നമ്മളിപ്പോൾ ഗൈസ് ഇത് ഇങ്ങോട്ട് വരാതിരിക്കാൻ വേണ്ടി ആ മതിലൊക്കെ നമ്മൾ സേഫാക്കി എല്ലാം ചെയ്ത് വെച്ചിട്ട് നമ്മൾ ഇത് കൂട്ടി അങ്ങോട്ട് തേക്കൂട്ടോ. ഓക്കെ, ഒരുവിധം മുറ്റം പണിയും കിണർ പണിയൊക്കെ ഇങ്ങനെ സെറ്റായി വരുന്നുണ്ട്. ഇനി ഇൻഷാ അല്ലാഹ് നമുക്ക് അതിന് ആൾമുറ കെട്ടണം, പിന്നെ ഇൻ്റർലോക്ക് കാര്യങ്ങളൊക്കെ വിരിക്കണം. അതൊക്കെ ഉള്ളതിനനുസരിച്ച് എല്ലാം പാടെ വിരിച്ച് വാരി ചെയ്യുന്നില്ല, ഒക്കെ ഒരു രൂപമാക്കി വെക്കണം. ആ മോട്ടറൊന്നും ഇടുമോ? അത് ഒരു സ്വിച്ച് അമർത്തുക, കുഴലിലെ വെള്ളം അപ്പം വരും. അതൊന്ന് നനച്ചടിക്കും, പെട്ടെന്ന് പിടിച്ച് എന്നാൽ ഇറങ്ങിക്കോളും. അങ്ങോട്ട് വല്ലാതെ പോകണ്ട, അത് ആ കറണ്ട് ടാങ്കിയാണ്. ഞാൻ ആ ബാത്റൂമിൽ വാർത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് കാണിച്ചത് ചെയ്തേര്. അപ്പോൾ ഇവിടെ ക്ലോസറ്റ് അത് കുടിക്കണത് അവിടെ വാഷ് ചെയ്ത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുടിക്കണ വെള്ളം 2 സ്റ്റെപ്പായിട്ടല്ലേ നിൽക്കണേ, ഇങ്ങോട്ട് കയറൂല. നല്ല പരിപാടി ഉണ്ട്. അപ്പം അങ്ങനെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. കുളിക്കുന്നത് അവിടെ, ടോയ്ലറ്റ് ഇവിടെയാണ്. സെപ്പറേറ്റ് ആയിട്ടാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. മതി. ഇനി കുറച്ചൊരു ബാത്റൂമുണ്ട്. എത്തില്ല അപ്പുറത്തൊരു ബാത്റൂം ഉണ്ട്. ഇതൊക്കെ പ്ലംബിങ് ചെയ്യുമ്പോൾ റെഡിയാക്കണം കേട്ടോ. ഇത് ജസ്റ്റ് ഇതിനെ അങ്ങോട്ട് പൊടിച്ചെടുക്കുകയാണ്. അപ്പം എന്തായാലും നമ്മൾ പെരയിൽ ഇപ്പോൾ ചെയ്ത പണികളാണ്. ഒന്ന് കിണർ, അവിടെ കക്കൂസും കുഴി, അതിൻ്റെ പടവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. പിന്നെ ഈ മതിലിൻ്റെ ഈ പുറം റെഡിയാക്കി വരുന്നുണ്ട്, കാരണം നമുക്കത് സേഫാക്കി കൊടുക്കണം. ഓക്കെ, ഇനി നമുക്ക് ഉള്ളിൽ ഞാൻ ഇപ്പോൾ കാണിച്ചു തരുന്നില്ലേ വാർത്തത്, ഞാൻ മൊത്തത്തിൽ കാണാം. പോരുമാ. അപ്പോൾ എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ ജസ്റ്റ് കാണിച്ചു. നമുക്ക് വീടിൻ്റെ അടുത്ത പണികൾ വരുന്നത് ഇനി വയർ വലിക്കാനുണ്ട്. അതേമാതിരി നിലം, അതായത് ഗ്രൗണ്ട് ഫ്ലോർ അല്ല, മൊത്തത്തിൽ നമുക്ക് എന്താക്കാണ് ടൈൽസും കാര്യങ്ങളും വിരിക്കാനുണ്ട്. പിന്നെ പൈപ്പുകൾ, പ്ലംബിങ്ങിൻ്റെ പൈപ്പ്, ഇതൊക്കെ ഇനി മഴവെള്ളം പോലുള്ള പൈപ്പൊക്കെയാണ്. അത് ഒന്നും കിട്ടിയില്ല. പണിക്കാർ പിന്നെ പെരുന്നാൾ കാരണം ലീവായിട്ട് വന്നില്ല. ഓക്കെ, ബാത്റൂം ഇവിടെ സെറ്റ് ചെയ്തു. ഇതൊരു ബെഡ്റൂം. ഇന്നെന്താ കാട്ടുന്നത് അറിയോ? മൊത്തം ഈ പ്ലംബിങ്ങിൻ്റെ വയറിങ്ങിൻ്റെ പരിപാടി കഴിഞ്ഞാൽ ഇതൊന്ന് അടിച്ചോരി ഒന്ന് വൃത്തിയാക്കണം. എനിക്കിങ്ങനെ കാണാൻ തന്നെ ഇഷ്ടമല്ല. ഓക്കെ, നമ്മുടെ ബാത്റൂം, ഈ റൂമിൻ്റെ ബാത്റൂമാണ് ഈ ബാത്റൂം കേട്ടോ. നിങ്ങൾക്ക് പുറത്ത് ആ നായ്ക്കൾ കയറണേ അങ്ങനെ തന്നെ വെക്കണം. അത് ജസ്റ്റ് ഒന്ന് തുറക്കും. റൂമിൻ്റെ വലിപ്പം നോക്കാം. അങ്ങനെ ബാത്റൂം ഇത് കൊണ്ടുപോയി. ഈ ബാത്റൂം എന്തായി?
ആ ഒരു ക്ലോസറ്റ് ഈ ക്ലോസറ്റ് ഇങ്ങനെ വെക്കണം. ഇങ്ങോട്ട് അത് തുടച്ചാ പോരുന്നാണേ, മുകളിൽ കവറുണ്ടേ. എങ്ങനെയുണ്ട് ഈ ക്ലോസറ്റിൽ നിങ്ങൾക്ക് വണ്ടി? നിങ്ങൾക്ക് നല്ല മറ്റേ പറ്റുള്ളൂ. ഇത് ഞാൻ എന്തിനോട് വെച്ചെന്നറിയോ, തൽക്കാലം പുറത്തുനിന്നൊക്കെ ആളുകൾ വരുമ്പോഴും ഇങ്ങനത്തെ ഒരു ബാത്റൂം വേണം. നമ്മൾ എവിടെയെങ്കിലും പോയി കുടുങ്ങി കഴിഞ്ഞാലോ ശരിക്കും ഇങ്ങനത്തെ ബാത്റൂമിൽ ഇരിക്കുന്ന ഒരു വ്യായാമമാണ്. ഇല്ല, അത് മറ്റേ ഇരുന്ന് ശീലിച്ചിട്ട് പറ്റൂല, ഇരിക്കണം. പക്ഷെ എന്തായാലും അങ്ങനത്തെ ഒക്കെ സേഫാണ്. വയസ്സായ കാലത്ത് നമ്മളെന്താ യൂറോപ്യൻ ക്ലോസറ്റ് വേണം. നമ്മളിൽ മൊത്തം വീട്ടിൽ 5 ബാത്റൂമാണുള്ളത്. 5 ബാത്റൂമിൽ ഒറ്റൊന്ന് മാത്രമേ ഇത് ചെയ്തിട്ടുള്ളൂ. ബാക്കിയൊക്കെ യൂറോപ്യൻ ക്ലോസറ്റ് ആണ്. ഉള്ളിലൊക്കെ നമ്മൾ യൂറോപ്യൻ ക്ലോസറ്റ് വെച്ച് പുറത്ത് മാത്രം ഒന്ന് എന്താക്കി ഇന്ത്യൻ ഒന്ന് വെച്ചതാണ്. കാരണം എല്ലാവരും യൂറോപ്യൻ ക്ലോസറ്റ് ഇരുന്നൂറ് ഒന്ന് നടുക്കി. ആ വെള്ളം കണ്ടു, മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാഹ്. ഇങ്ങനെ നാളികേരം ഉടയ്ക്കാൻ പോവാണ് അല്ലേ? നാളികേരം ഉടക്കട്ടെ. ഇത് വെള്ളം കണ്ട എങ്ങനെ ചെയ്യണല്ലേ? പൈസ ഇട്ടോടെ. ചില്ലറുണ്ടേ. വെള്ളത്തിട്ട ചില്ലറ പൈസ കറക്റ്റ് വെള്ളത്തിക്കടി. ടൊമാറ്റോ മലയാളം ഒന്നും മുമ്പ് നോക്ക്. സിനു ചോദിച്ചേ ആൾക്കാരെങ്ങനെ കിണറിന്ന് കയറുക ചോദിച്ചു. എങ്ങനെയാണ് കയറുക? നമുക്ക് എത്ര കൊല്ലം എക്സ്പീരിയൻസ് ഉണ്ട്? എത്ര കൊല്ലമായി കിണറിൻ്റെ പണി? 40 കൊല്ലം. ഇപ്പം എത്ര വയസ്സായി? ഏകദേശം 64 വയസ്സായോ? മാഷാ അല്ലാഹ്. ഞാൻ നേരത്തെ ഒരു മരത്തുമെന്ന് ഇറങ്ങാൻ പറ്റ പാടി എനിക്കറിയുള്ളൂ. 64 വയസ്സായ ചന്ദ്രേട്ടനാണ് പോയി കണ്ടത്. കിണറ്റിലൊന്നും ഇറങ്ങി നോക്കിയാലോ? കാരണം ഒരു കിണറ്റ് ഇറങ്ങണം എന്ന് പറഞ്ഞേ. അങ്ങനെ ഒരു ചടങ്ങുണ്ട് വീട്ടിലേ. ഉപ്പാക്കിപ്പോ എന്തായാലും ഇറങ്ങാൻ കഴിയൂല അല്ലേ? സാധാരണ ഉമ്മാനൊന്നും ഇറക്കിയാലോ? കേറാൻ JCB വന്നോ? അങ്ങനെ കോണുണ്ടെങ്കിൽ എങ്ങനെയൊക്കെ കയറേ. ഇതില് കയറാനൊരു ഭയം വേണം. ഇതില് കയറിയ സുഖം. ചവിട്ടി അടിയുള്ളൂ അല്ലേ? വേറെ ഒന്നും പ്രശ്നം ഉണ്ടാവില്ല. കളിമണ്ണ് വരൽ തുടങ്ങി അല്ലേ? ഇന്നലെ കണ്ടിട്ടില്ലല്ലോ? ഇന്നലെ കണ്ട് കാലേരിയോ പാമ്പേരി എന്ന് പറഞ്ഞ മാതിരി. നിങ്ങൾ ഫോൺ എടുക്കാന്ന് നമ്മളിവിടെ എത്തിയില്ലേ? നമ്മൾ ഉച്ചയ്ക്ക് ശേഷം വരണം വെച്ചിട്ടാണ് ഞാൻ മാനെ പിടിച്ചോടുന്ന കൂട്ടാൻ വരെ അവിടെ വെച്ച് വണ്ടൊക്കെ അടുപ്പിലിരിക്കുക. അതുകൊണ്ട് പോരി നമുക്ക് ഇപ്പോൾ വെള്ളം കാണും ചിലപ്പോൾ എന്ന് പറഞ്ഞത്. ഇവിടെ എത്തിയതും വെള്ളം കാണുമല്ലോ ഒപ്പ. നമുക്ക് എത്ര വയസ്സായി? എത്ര വയസ്സായി? 50? എന്തായാലും ഇത് നമ്മളെ ചന്ദ്രേട്ടൻ. പേര് ബാബു. ഇത് കഴിഞ്ഞിട്ടാണ്ട് പോവാച്ചിട്ടാ ചോറിന് പിന്നെ.
വെള്ളം മുക്കണടാ മുക്കണ്ടേ എന്നാ കൊത്തിക്ക വെള്ളം നാളേക്ക് നിൽക്കുവാണ് അടി പരക്കുന്നു നാളേക്ക് പരക്കില്ലേ ഇപ്പൊ തന്നെ എത്ര വട്ടം ഇങ്ങനെ ആയില്ലേ അടിന്ന് പറഞ്ഞേ 100 വട്ടം വാപ്പാനോട് വരിയും എന്ന് പറഞ്ഞു തോന്നിയില്ല. ഈ കോലത്തിൽ ഇവരെ അങ്ങോട്ട് വരികയാണ് ചോദിച്ചു. ആ കിണർ ചോദിച്ചപ്പോ പറഞ്ഞു താമണേട്ടനെ എന്ത് തെക്കെന്താ തെക്കോറ അല്ല അത് വടക്ക് കിഴക്ക് മൂല എവിടുന്ന് വെള്ളം വരണ്ടെന്ന് നമ്മൾ ചോദിക്കുന്നത്. ഫസ്റ്റില് കാണുന്നത് അവിടെ ആ നാളികേരം പറ്റിയെടുക്കുന്നല്ലേ അവിടെ വെള്ളം എല്ലാതും വരുന്നുണ്ട്. പക്ഷെ എല്ലായിടത്തും കൂടി വന്നോട്ടെ. ഓ ഒരിടത്തും മാത്രം നമ്മള് അവിടെ കിണറിൽ ഒരിടത്ത് മാത്രമേ വരുള്ളൂ. അവിടുന്ന് പാറയിൽ ഇങ്ങനെ കീഞ്ഞു വരിക ഇത്. ഞങ്ങളെ അവിടുത്തെ കിണർ 7 പോലാണ്. 7 പാറ ഉണ്ട്. ഈ വെള്ളം കൊണ്ട് പായസം ഉണ്ടാക്കാറ്. ശരിക്കും വെള്ളം നാളെ നമുക്ക് വെള്ളം മുക്കാല്ലേ? നാളെ മുക്കാൻ പറ്റുമോ? എന്താ ഇന്നെ മുക്കണമെന്നുണ്ടോ? അല്ലേ തെളിയണ്ടേ? തെളിയേ നാളെ ഒരു കുടവും കപ്പിയും കയറൊക്കെ ആയിട്ടുണ്ട് പോകും. കപ്പിയും കയറൊക്കെ ഉണ്ട്. നാളെ നമുക്ക് ഉപ്പാനൊക്കെ കൊണ്ടുവരാം കഴിച്ചു. അപ്പൊ എന്തായാലും നമ്മള് അൽഹംദുലില്ലാ നമ്മളങ്ങനെ ഒരുപാട് സന്തോഷമുണ്ട്. പ്രതീക്ഷിച്ചില്ല നമ്മൾ വരുമ്പോൾ വെള്ളം കാണുന്ന ഒട്ടും, അതായത് ഇന്ന് കാണുന്ന ഒട്ടും പ്രതീക്ഷിച്ചില്ല. നമ്മൾ വിരലും വെള്ളം കാണലൊക്കെ ഒരുമിച്ചായിരുന്നു. എന്തായാലും എന്ത് ഹാജറാന്നോ വള്ളത്തിന്റെ എത്രയും അതെന്നെ വെള്ളപ്പൊക്കെ മാറണില്ല. ഓക്കെ അടുത്തതാ അതാണ് ഉമ്മയുടെ കാലം ഇവിടെ കുത്തിയപ്പോ വെള്ളം കിട്ടുമെന്ന് പറഞ്ഞു. അത് ശരിയാ, ഞാൻ എവിടെയും കുത്തണ്ട. ഓക്കെ, അപ്പോൾ എന്തായാലും ഗൈസ് ഒരുപാട് സംഭവങ്ങളൊക്കെ ചെയ്യേണ്ട. ശരിക്കും നമ്മളിന്ന് വെള്ളം കോരി ആ വെള്ളത്തിൽ കൊണ്ട് പായസം വെക്കലൊക്കെ ഉണ്ട് കേട്ടോ. ഇൻഷാ അല്ലാഹ് ഇന്നില്ല, നാളെ രാവിലെ നമ്മൾ തെളിഞ്ഞ വെള്ളം കോരി നാളെ അത് വൃത്തിക്ക് ചെയ്യും. ഇപ്പോൾ നമ്മളൊരു തേങ്ങ കട്ട് ചെയ്ത് 1 രൂപ 2 രൂപ കയ്യിൽ ഇട്ടിക്കണേ അല്ലേ. അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷം. ഇപ്പോൾ അവർ വിളിച്ചാണ്, ഇപ്പോൾ ആദ്യം വരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ എന്തിനാണ് വരുന്നത് അവിടെ തന്നെ കടന്നു. ഇപ്പോൾ ഇൻഷാ അല്ലാഹ് നാളെ നമുക്ക് കൊണ്ടുവരാം അല്ലേ. നാളെ എന്തായാലും നമുക്ക് മോട്ടറൊക്കെ ഫിറ്റ് ചെയ്ത് അതിന് വെള്ളം എടുത്ത് കളയണം. അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ നിലവിൽ നമ്മൾ വീടിൻ്റെ അപ്ഡേഷൻസ് ഇതാണ്. ഒന്ന് കിണർ കുത്തുന്നു, ബാക്കിയുള്ള കാണിച്ചു തന്നില്ല. ബാത്റൂം കാര്യങ്ങൾ. ഇനി അടുത്തത് നിലമ്പണിയാണ്. അത് കഴിഞ്ഞ് ഇനി പണികളാണ്. ഇനി പൈസ ഇറങ്ങുകയും ചെയ്യും, പണി കാണൂല. അമ്മാരത്തെ പണികളാണ് ഇനി വരാനുള്ളത്. അതായത് മിനുക്ക് പണികൾ. നമ്മൾ ഓവർ മിനുക്ക് പണികളും കാര്യങ്ങളൊന്നും ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഇൻഷാ അല്ലാഹ് മുകളിലൊക്കെ ടൈൽസ് ഇട്ട് വെച്ചിട്ട് കൂടും. അല്ലാതെ മുകളിൽ ഫുൾ അലമാറയും കാര്യങ്ങളൊക്കെ കുറേ ബാധ്യത ഉണ്ടാക്കി വെക്കണില്ല. ഉള്ളത് നമ്മൾ നേരെ കൂടാച്ചിട്ടാണ്. ആദ്യം നമ്മൾ ചെറുക്കുന്നത് അല്ല, ആദ്യത്തിൻ്റെ വർത്താനം കേട്ടിട്ടല്ലേ. അങ്ങനെയല്ല, എനിക്ക് തോന്നി വരാന്ന് വെച്ച് കഴിഞ്ഞാൽ പൈസ അങ്ങോട്ട് ഇറക്കുള്ളൂ, ഇങ്ങോട്ട് കിട്ടൂലല്ലോ. അപ്പോൾ എന്തായാലും അല്ല, പെരപ്പണി എങ്ങനെയാ വെച്ചാൽ നിലമൊക്കെ മുകളിലിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നീട് നമ്മൾ പെരപ്പണി എടുക്കുമ്പോൾ അത് 2ാം പണിയായി ആകെ അടിയൊക്കെ കേട് വരും. അലമാരടി ബാക്കിയുള്ള പണികൾ ഇൻഷാ അല്ലാഹ് നമ്മളോട് കഴിയുന്ന മാതിരി എനിക്ക് കഴിക്കാനാണ് ആഗ്രഹം. എന്നെ കൊണ്ട് പറ്റുന്ന രീതിക്ക് ചെയ്യണമെന്നുണ്ട്. ഇപ്പോൾ ഏകദേശം ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലാണ് ഇപ്പോൾ. എന്തായാലും നോക്കണം, എന്നെ കൊണ്ട് മാക്സിമം ഞാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നു അതൊക്കെ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഞാൻ എൻ്റെ 100% ഞാൻ ജോലി വർക്കുകൾ ചെയ്ത് ഏതിനൊക്കെ ഇങ്ങനെയൊക്കെ എന്തെല്ലാം ചെയ്യാൻ പറ്റുക ഞാൻ ശ്രമിക്കുന്നുണ്ട്. ഒക്കെ അതിന് ഒക്കെ റെഡി ആവാൻ നിങ്ങൾ വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. ഇൻഷാ അല്ലാഹ് ഒരു സ്വപ്നം പൂവണിയാൻ കുറച്ച് നിമിഷങ്ങൾ മാത്രമേ ഉള്ളൂ. ഇല്ലാതാവാനും നിമിഷങ്ങൾ മതി. ഇല്ലാതാവാൻ വേണ്ടി ആരും പ്രാർത്ഥിക്കരുത്. ഒക്കെ നല്ല രീതിക്കാവാൻ വേണ്ടിയിട്ടെല്ലാം നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് അല്ലേ. എന്തായാലും ഇൻഷാ അല്ലാഹ് എത്രയേ ഉള്ളൂ. ബാക്കിയുള്ള വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നാളെ അറിയിക്കാം. ഒരു കൊച്ചു അപ്ഡേഷൻ തന്നതാണ് അല്ലേ. ഇങ്ങനെ കിണർ കുത്തുന്ന ആൾക്കാർ കാണില്ല. അത്യാവശ്യം ഏജ്ഡ് മമ്മൂട്ടിക്ക് 70 വയസ്സായെന്ന് വെച്ചാൽ കിണറ്റിലിറങ്ങുമോ ചോദിച്ചാൽ എനിക്കറിയില്ല. നമ്മൾ വരെ ഇറങ്ങില്ല. പക്ഷേ വയസ്സ് നോക്കിയില്ല, എക്സ്പീരിയൻസാണ്. ആ കിണറിൻ്റെ വൃത്തിയും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ എക്സ്പീരിയൻസാണ്. അതായത് 1000 ട്രിക്കുകൾ അറിയുന്ന ആൾക്കാരെ പേടിയില്ല എന്ന് പറയും. പക്ഷെ ഒരു ട്രിക്ക് 1000 വട്ടം ചെയ്ത ആളുകളെ പേടിക്കണം എന്ന് പറയാം. കാരണം അതിലും അവർ എക്സ്പേർട്ടാവും. മനസ്സിലായോ? അതായത് ഒരു ജോലി 1000 വട്ടം ചെയ്യുന്ന ആൾക്കാരാണ്, അതിലവർ എക്സ്പേർട്ടാവും. പക്ഷെ ഒരുപാട് ജോലി കുറേ വട്ടം ചെയ്യുന്നതല്ല, ഒരു ജോലി 1000 വട്ടം ചെയ്യുന്നത് ബ്രൂസിലിയുടെ വർക്കാണ് ഗൈസ്. ഓക്കെ, എന്തായാലും നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ആക്കുന്നു. അമ്മ കിണറ്റിന് അങ്ങോട്ട് പോകണില്ല. അമ്മ വെള്ളം നോക്കിക്കാൻ ഇവിടെ
നോക്കാൻ അങ്ങനെ നിൽക്കുകയാണ് നിങ്ങൾ നിന്നോളി. അവിടെ പോയി ചോറും കൂട്ടാനും പറ്റോളി. എന്താ കുറവ് കുറവ് വരുന്നുണ്ട്. കുറവ് വരുന്നല്ലേ? ആ അത് അങ്ങനെ തന്നെ ഉണ്ടാവുള്ളൂ. ഇനി അങ്ങനെ തന്നെ പറ്റുള്ളൂ. അതായത് മുക്കിയാൽ പറ്റുന്നില്ല. ആ എന്നാ പോയിക്കോളി, ചോറ് വെച്ചോളി പോയിട്ട്. പോട്ടെ ആക്കി തരണോ? ഞാൻ നടത്തോളാം. പൈസ വെള്ളം ഇങ്ങനെ മുക്കിയിട്ട് പാത്രത്തിൽ കഴിക്കാൻ